അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മിസൈൽ ഇപ്പോൾ ഇറാന്റെ കയ്യിലെത്തിയിരിക്കുകയാണ്. എസ്ഡി എന്നറിയപ്പെടുന്ന ഇറാനിയൻ പ്രദേശത്ത് അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇങ്ങനെ ഒരു മിസൈൽ സ്ഫോടനം സംഭവിക്കാതെ ഇറാനിൽ ഏകദേശം 13 മീറ്റർ താഴെ കണ്ടെത്തിയത്. ഈ മിസൈൽ ഇപ്പോൾ ഇറാൻ കണ്ടെടുക്കുകയും അതിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുകയും ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മുമ്പ് ലെബനാനിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. GBU 39 എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ മിസൈലാണ്. പക്ഷെ GBU 57 അത്രമാത്രം പ്രഹരശേഷി ഇല്ലാത്തതും അത്രമാത്രം പെനട്രേറ്റ് പവർ ഇല്ലാത്തതുമാണ് ഈ GBU 39 എന്നറിയപ്പെടുന്നത്. ഈ മിസൈലിന് ഏകദേശം കോൺക്രീറ്റ് പാളിയിൽ 1 മീറ്ററോളം തുളച്ചു കയറാൻ കഴിയും. മാത്രമല്ല ഇതിന്റെ കൃത്യത എന്നറിയപ്പെടുന്നത് 1 മീറ്റർ ആണ് എന്നതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിന് നേരെ ഈ മിസൈൽ കൊണ്ട് ആക്രമണം നടത്തിയാൽ അത് തെറ്റിപ്പോയാൽ ഏകദേശം 1 മീറ്ററിലധികം അത് പാളിപ്പോവുകയില്ല എന്നതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത. എന്നാൽ അങ്ങനെയുള്ള ഈ മിസൈൽ ഇറാന്റെ കയ്യിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മിസൈൽ ഇറാന് ലഭിച്ചു എന്നതല്ല പ്രശ്നം. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജിയാണ് ഇറാന്റെ കൈകളിലേക്ക് എത്തുന്നത്. ഈ ബങ്കർ ബസ്റ്റർ മിസൈലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ സ്ഫോടനം ഉണ്ടാക്കുന്ന സമയം ക്രമീകരിക്കാം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സർഫേസിൽ ഇടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു മിസൈൽ പൊട്ടിത്തെറിക്കും. പക്ഷേ ഈ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ അങ്ങനെ പൊട്ടിത്തെറിക്കുകയില്ല. ഭൂമിയിൽ അത് സർഫസിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ സ്ഫോടനം ഉണ്ടാകാവൂ എന്നുള്ള ഒരു പ്രോഗ്രാം കൂടെ അതിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റുകളിലും പാറകളിലുമൊക്കെ ഇടിച്ച് അതൊരു നിശ്ചിത സമയം അത് തുളച്ചു കയറിയതിനു ശേഷം മാത്രമായിരിക്കും സ്ഫോടനം ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ തുളച്ചു കയറാനായി പ്രത്യേക കാര്യങ്ങളല്ല, നേരെ മറിച്ച് വലിയ മാസുള്ള വളരെ വേഗതയും കൂടിയ ഈ മിസൈലുകളുടെ ജൂൾ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് വളരെ കൂടുതൽ ആഴങ്ങളിലേക്ക് തുളച്ചു കയറാൻ കഴിയും. നമ്മളൊരു കമ്പി എടുത്ത് വളരെ ഭാരത്തോടു കൂടെ ഒരു പാറയിൽ ഇടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പീസെങ്കിലും അവിടുന്ന് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ടണ്ണ് കണക്കിന് ഭാരമുള്ള ഈ മിസൈൽ വളരെ വേഗതയിൽ ഏകദേശം 3 മാക്ക് സ്പീഡിലൊക്കെ അതിവേഗതയിൽ പാഞ്ഞു വരുമ്പോൾ അതിന്റെ ജൂള് വളരെ കൂടുതലായിരിക്കും. അത്രമാത്രം ഭാരവും സ്പീഡുമുള്ള, മാത്രമല്ല അതിന്റെ പുറം ചട്ട വളരെ ശക്തമായതുമായിരിക്കും. പെട്ടെന്ന് ഇടിച്ചാൽ തകരാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ഭാരവും സ്പീഡുമുള്ള ഈ മിസൈൽ വന്ന് ഇടിക്കുമ്പോൾ അത് പാറയാണെങ്കിൽ പോലും കോൺക്രീറ്റ് ആണെങ്കിൽ പോലും വളരെ കൂടുതൽ ആഴങ്ങളിലേക്ക് തുളച്ചു കയറും. പക്ഷേ കയറിയതിനു ശേഷം മാത്രമേ ഇത് സ്ഫോടനം ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ താഴ്ഭാഗത്ത് സ്ഫോടനം ഉണ്ടാക്കുമ്പോൾ മുകളിൽ അത് വലിയ പ്രകമ്പനം ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല ശത്രുവിന്റെ ആയുധങ്ങളോ സംവിധാനങ്ങളോ ബങ്കറുകൾക്കുള്ളിൽ സുരക്ഷിതമാണെങ്കിൽ അതിനെയെല്ലാം തകർത്തെറിയാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. എന്നാൽ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഈ മിസൈലാണ് ഇപ്പോൾ ഇറാന്റെ കയ്യിൽ എത്തിയത്. മാത്രമല്ല ഇറാൻ അത് പൂർണ്ണമായും അഴിച്ചുമാറ്റി അതിന്റെ റിവേഴ്സിംഗ് എഞ്ചിനീയറിംഗ് നടത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമാണ്.